ചിന്തകളില്ലാത്ത മനുഷ്യരുണ്ടോ? ഇല്ല അല്ലെ? പക്ഷെ ചിലർക്ക് ചിന്തകൾ കാരണം വല്ലാണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരാറുണ്ട്. തടയാൻ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ ബോധപൂർവം അല്ലാത്തതുമായിട്ടുള്ള ചില തോന്നലുകൾ അല്ലെങ്കിൽ ചിന്തകൾ കാരണം അവർ ഒത്തിരി സഫർ ചെയ്യാറുണ്ട്. അതാണ് ഇൻട്രൂസീവ് തോട്ട്സ്. ഞാൻ സ്വാതി ചന്ദ്രൻ, ബോധാസായിലെ ചീഫ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇൻട്രൂസീവ് തോട്ട്സുകളെ പറ്റിയാണ്. ഈ തോട്ട്സിന്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പല തരത്തിലുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് തോട്ട്സുകളാണ് വരുന്നത് അല്ലെ? ഇൻട്രൂസീവ് തോട്ട്സിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. പല ടൈപ്പ് ഓഫ് തോട്ടുകളാണ് ആളുകൾക്ക് വരുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും വിഷമമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഈ തോട്ട് ഉള്ള വ്യക്തിക്ക് അയാളെ പറ്റി തന്നെ വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും. അയാൾ വിശ്വസിക്കുക ഈ തോട്ട് ഉള്ളത് കൊണ്ട് തന്നെ അയാൾ ഒരു മോശം മനുഷ്യനാണ് എന്നൊക്കെ ആയിരിക്കും. പക്ഷെ മനസ്സിലാക്കുക, ഇത് ജസ്റ്റ് തോട്ട്സ് മാത്രമാണ്. ഇത് നിങ്ങളല്ല, നിങ്ങളുടെ ബിഹേവിയർ അല്ല, തോട്ട്സുകൾ മാത്രമാണ്. തോട്ട്സുകൾ എല്ലാവർക്കും വരുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന തരങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള തോട്ട്സുകൾ ആയിരിക്കാം കൂടുതൽ വരുന്നത്. അതെന്തുകൊണ്ടാണെന്നും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. വയലന്റ് ഇൻട്രൂസീവ് തോട്ട്സുകൾ ഉണ്ട്. അതായത് സെഷനുകൾ നമ്മൾ പൊതുവായിട്ട് കാണുന്ന ഒരു ഇൻട്രൂസീവ് തോട്ട്സ് ആണിത്. അതായത് ആളുകൾക്ക് തോന്നുകയാണ് അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുമോ, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തുമോ, കുട്ടികളെ ഉപദ്രവിക്കുമോ. അങ്ങനെ ഇവർക്കത് ചെയ്യണ്ട. എപ്പോഴും മനസ്സിലാക്കുക, ഇൻട്രൂസീവ് തോട്ട്സ് കാരണം ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യന് അത് ചെയ്യണ്ട. പക്ഷെ അവർക്ക് ഭയമാണ് ഇവരത് ചെയ്തു പോകുമോ. കാര്യം ഇത്തരത്തിലുള്ള ചിന്തകൾ എല്ലാവർക്കും ഉള്ളതല്ലല്ലോ. ഇപ്പൊ ഒരാളുടെ ഭക്ഷണത്തിൽ, ഇപ്പൊ പ്രിയപ്പെട്ട ഒരാളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തും എന്നുള്ളൊരു തോന്നല് എല്ലാവർക്കും ഉള്ളതല്ല. അപ്പൊ ഇത് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്ക് തോന്നും, അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ ചിന്തിക്കുന്നത്, ഞാൻ എന്ത് വൃത്തികെട്ടൊരു മനുഷ്യനാണ് എന്നൊക്കെ തോന്നും. അപ്പൊ അതാണ് ഒരു ടൈപ്പ് ഓഫ് ഇൻട്രൂസീവ് തോട്ട്സ്. വയലന്റ് ആയിട്ടുള്ള, പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ വയലന്റ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും. ഇവര് ആരെങ്കിലും ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു പോകുമോ എന്നുള്ള ഒരു ഭയമായിരിക്കും, ഈ തോട്ട്സ് ആയിരിക്കും ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കുക. അപ്പം ഇവര് തന്നെ ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈ തോട്ട്സ് റിയൽ അല്ല എന്നവർക്കറിയാം, അവർ ഒരു തവണ പോലും ഇതൊന്നും ആക്ട് ഔട്ട് ചെയ്തിട്ടും ഉണ്ടാവില്ല. പക്ഷെ ഈ തോട്ട്സ് വരുമ്പോൾ തന്നെ ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്തെങ്കിലുമൊക്കെ ഒരു കമ്പൽഷൻസ് പൊതുവെ കാണിക്കാറുണ്ട്. ഒന്നെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളോട് പോയിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്പൽഷൻ ചില ആളുകൾ കാണിക്കാറുണ്ട്. മറ്റൊരു കൈൻഡ് ഓഫ് ഇൻട്രൂസീവ് തോട്ട്സ് ആണ് റിലീജിയസ് ഇൻട്രൂസീവ് തോട്ട്സ്. അതായത് ഇപ്പോ ദൈവം എന്നൊരു കോൺസെപ്റ്റ് വിശ്വസിക്കുന്നവർക്ക് ഭക്തിയോടെയാണ് അല്ലെ, നമുക്കൊരു റിലീജിയസ് ആണ്, നമുക്ക് ആ ഒരു സമാധാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവം എന്നൊരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നത്. പക്ഷെ അതായത് ഇൻട്രൂസീവ് തോട്ട്സ് റിലീജിയസ് ആണെങ്കിൽ അവർ ഭക്തിയുടെ പേരിലല്ല ദൈവത്തെ വിശ്വസിക്കുന്നത്. മറിച്ച് അവർക്ക് എന്തെങ്കിലും, അതായത് ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ അവർക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ, ദൈവം നമ്മളെ ശിക്ഷിക്കുമോ, നരകത്തിൽ പോകുമോ, ഇങ്ങനെ ഭയന്ന് ഇവർ ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചിലപ്പോൾ ചെയ്യാം. അല്ലെങ്കിൽ ഈ പേടി, അതായത് ഞാൻ ഈ ഒരു കാര്യം ചെയ്തു പോയി അതുകൊണ്ട് ദൈവം എന്നെ ശിക്ഷിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പൊ അമ്പലത്തില് പോയില്ല, ഇത് വന്നു കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഈ ദിവസം അമ്പലത്തിൽ പോയില്ലല്ലോ, അപ്പൊ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും. അപ്പൊ എപ്പോഴും ഇവർ ദൈവം എന്ന് പറയുമ്പോൾ നമ്മള് ഇത് വിശ്വസിക്കുന്നവർക്ക് ഇതൊരു അഭയമായ ഒരു ശക്തി ആയിരിക്കുമല്ലോ. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയം ഉണ്ടാക്കുന്ന ഒരു ശക്തിയായിരിക്കും. അതായത് ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് പ്രശ്നമാണ്. അപ്പൊ ഇത് വരാതിരിക്കാൻ വേണ്ടി, ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ദിലീപിന്റെ സദാനന്ദന്റെ സമയം, അദ്ദേഹത്തിന് ഭക്തിയെക്കാളും അയ്യോ ഞാൻ ഇത് ചെയ്തതാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, പേടികളാണ്. ഇത് ചെയ്തില്ല എങ്കിൽ ഇത് സംഭവിക്കും, അതുകൊണ്ട് ഇത് ചെയ്യാം. അങ്ങനെ ആയിരിക്കും ഈ പറഞ്ഞ റിലീജിയസ് ആയിട്ടുള്ള ഇൻട്രൂസീവ് തോട്ട്സ് വരുന്നവർക്ക് വരുന്നത്. കൂടുതലായി കാണുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ഇൻട്രൂസീവ് തോട്ട്സ് ആണ് റിലേഷൻഷിപ്പ് ഇൻട്രൂസീവ് തോട്ട്സ്. ഇതെന്തെന്ന് വെച്ചാൽ പാർട്ട്ണറിന് എപ്പോഴും ഇവർക്കൊരു ഭയമായിരിക്കും. അതൊരു പക്ഷേ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായ ട്രോമയോ, അതല്ല എങ്കിൽ നമ്മുടെ പാരന്റ്സിൽ നിന്നുണ്ടാവുന്ന ട്രോമയോ ഒക്കെ കാരണമായിരിക്കാം ഇത് ഉണ്ടാവുക. അപ്പൊ എപ്പോഴും പാർട്ട്ണറിന് ഇങ്ങനെ അളന്നുകൊണ്ടിരിക്കും, അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവർക്ക് തോട്ട്സ് ഇങ്ങനെ വരും, അത് ഇയാൾ ഇങ്ങനെ ചെയ്തത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, അപ്പൊ എന്നെ സ്നേഹമില്ലാത്തത് കൊണ്ടായിരിക്കാം, ഉപേക്ഷിക്കാനായിരിക്കാം. അപ്പൊ എപ്പോഴും ഇങ്ങനെ പാർട്ട്ണറിനോട് ഇവർ ചിലപ്പോൾ ഇവരുടെ ആ ഒരു കമ്പൽഷൻ ചോദിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളതായിരിക്കും. അതായത് ഇതില്ല, പ്രശ്നമില്ല എന്നൊക്കെ ഉള്ളതായിരിക്കും അവര് ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കുക. അപ്പം ഇതും ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന തോട്ട്സ് ആണ്. ഇവർക്ക് ഈ പാർട്ട്ണറിനെ വിശ്വസിക്കണം തന്നെയാണ്, അവർക്ക് അദ്ദേഹത്തിനെ വിശ്വസിക്കേണ്ടെന്നില്ല. പക്ഷെ ഈ തോട്ട്സ് വന്ന് ഇവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. അപ്പൊ ഇവർക്ക് ഇത് എങ്ങനെയെങ്കിലും അത് ലെറ്റ് ഔട്ട് ചെയ്യാതെ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്കും വരും. സെക്ഷൽ ഇൻട്രൂസീവ് തോട്ട്സ്, അതായത് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പാടില്ലാത്ത ആളുകളുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി പോകുമോ എന്നുള്ള ഒരു ഭയം ഇവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവർക്ക് ആക്ച്വലി ഇവരുമായിട്ടൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണ്ട, പക്ഷെ
താൻ അങ്ങനെ ചിന്തിക്കുമോ, താൻ അവരുമായിട്ട് ഇങ്ങനെ ചിന്തിക്കുമോ, താൻ അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമോ, താൻ അതൊരു അവസരമായിട്ട് എടുക്കുമോ, ഇങ്ങനെ ഇവർക്ക് തന്നെ അറിയാം ഇവരിതൊന്നും ചെയ്യില്ല എന്ന്. പക്ഷെ ഭയങ്കരമായിട്ടുള്ള തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചില ഇമേജസ് ഒക്കെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരിക്കലും അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് പോകാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയോട് ഇത്തരത്തിലുള്ള ഇമേജസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻട്രൂസീവ് തോട്ട്സ് ഉള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് റിലേഷൻഷിപ്പുകൾ അധികം ഒഴിവാക്കും. അതായത് അവർക്ക് അത്തരം പേടി തോന്നുന്ന ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഇവർ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്, ഈ ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഭയത്താൽ. പൊതുവെ നമുക്ക് അറിയുന്നതും എല്ലാവരും വിചാരിക്കുന്നതുമായിട്ടുള്ള ഒരു തെറ്റായ കാര്യം ഈ ഇൻട്രൂസീവ് തോട്ട്സുകൾ വരുന്നത് OCD-യിൽ മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോ PTSD നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഒരു ട്രോമയ്ക്ക് ശേഷമാകുമല്ലോ ഒരാൾക്ക് PTSD ഉണ്ടാവുക. PTSD ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു ഹാർട്ട് ബീറ്റ് കൂടുക, സ്വെറ്റ് ചെയ്യുക, ഇത്തരം അവസ്ഥയിൽ പോലും ചിലർക്ക് ഇൻട്രൂസീവ് തോട്ട്സുകൾ വരാൻ സാധ്യതയുണ്ട്. ഡിപ്രഷനിലുള്ളവർക്ക് ഇൻട്രൂസീവ് തോട്ട്സ് വരാം, ആങ്സൈറ്റി, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ളവർക്കൊക്കെ ഈ ഇൻട്രൂസീവ് തോട്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത് ഇൻട്രൂസീവ് തോട്ട്സ് ആണ്. എന്തൊക്കെ ചെയ്യാം? ഒന്ന്, അതൊരു തോട്ട് മാത്രമാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. തോട്ട് കൊണ്ട് ഒരു വ്യക്തിയും ഇന്ന് വരെ മോശമായിട്ടില്ല, അവരുടെ പ്രവൃത്തി കൊണ്ടാണ് ഒരു വ്യക്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. രണ്ട്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തോട്ട്സ് ഉണ്ട് എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇതൊരു റിയൽ കാര്യമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരുപാട് തോട്ട്സ് എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ നിങ്ങൾക്കും തോട്ട്സ് വരുന്നതാണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ തോട്ട്സ് വരുന്നു എന്നുള്ളത് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ PTSD, ഡിപ്രഷൻ, ഒത്തിരി കാരണങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തോട്ട്സ് വരുന്നത്. അപ്പൊ എന്താണ് നിങ്ങളുടെ തോട്ട്സ് വരാനുള്ള കാരണം എന്നൊരു തെറാപ്പിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്ത് കണ്ടെത്തുക. ഇനി ഈ തോട്ട്സ് വരുന്നു, ഇത് ഇൻട്രൂസീവ് ആണ്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, കാര്യം നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗ്രൗണ്ടിങ് ടെക്നിക്സ്. ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തോട്ട്സ് വരുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒരു 5 ഒബ്ജക്ട്സിനെ നോക്കുക. 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന ഒരു 4 കാര്യങ്ങൾ, തുടർന്നതാവാം അല്ലെങ്കിൽ കാലുകൾ ടച്ച് ചെയ്യുന്നതാവാം, ഒരു 4 കാര്യങ്ങൾ ഫീൽ ചെയ്യാനായിട്ട് നോക്കുക. 3 ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് നോക്കുക. അതായത് നിങ്ങൾക്ക് ഈ തോട്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന 3 സൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് സ്മെൽ ചെയ്യാൻ കഴിയുന്ന ഒരു 2 സ്മെല്ല് നോക്കുക. ഒരു കാര്യം ടേസ്റ്റ് ചെയ്യുക. അങ്ങനെ 5, 4, 3, 2, 1 എന്നൊരു ടെക്നിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രപ്പണിയാണ് എന്തെങ്കിലും ഒരു കാര്യം പാറ്റേണിൽ ചിന്തിക്കുക. ABCD ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 100-ൽ നിന്ന് ഒരു 7 കുറച്ച് നോക്കാം. അങ്ങനെ ആ ഒരു തോട്ടിനെ നമ്മൾ ഒരു തോട്ടായിട്ട് മാത്രം കൺസിഡർ ചെയ്ത് അതിനെ സ്റ്റോപ്പ് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രാക്ട് ചെയ്യാം. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇൻട്രൂസീവ് തോട്ട്സ് ഉള്ള ആളാണെങ്കിൽ നല്ലതുപോലെ സെൽഫ് കെയർ ചെയ്യുക. നിങ്ങൾക്ക് സ്ട്രെസ് ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പൊ ആ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. അപ്പൊ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി കമന്റ് ചെയ്യും. നമുക്ക് അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. നന്ദി.